വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളെ എല്ലായിരുന്നിടത്ത് കർത്താപ്പച്ചൻ പരിപാലിച്ചു ജയത്തോടെ നടത്തി. രാത്രിയിൽ നമ്മൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കുകയും രാവിലെ എണീപ്പാൻ സാധിക്കുകയും ചെയ്യുന്നത് ഒക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കൃപ ഇല്ലാതെ ഒന്നും സാധ്യമല്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ മുൻപിൽ എന്നെ തന്നെ ഞാൻ താഴ്ത്തുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവത്തെ സന്നിധിയിൽ ഞാൻ താഴ്ത്തുന്നു. എല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താപ്പച്ചൻ പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. യെശയ്യാവ്, ഇരമ്യാവ്, യെഹെസ്കേൽ, യെശയ്യാവ്, ഇരമ്യാവ്, യെഹെസ്കേൽ ഇതെല്ലാം നല്ല പുസ്തകങ്ങളാണ് എല്ലാം. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്ന യെശയ്യാവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനായിരുന്നു. യെശയ്യാ പ്രവാചകൻ, ഹിസ്കിയാവ്, യെശയ്യാവ്, അതുപോലെ ദാനിയേൽ, അതേപോലെയൊക്കെയുള്ള നല്ല നല്ല പ്രവാചകന്മാരാണ്. ഇവരൊക്കെയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചവരാണ്. അപ്പോൾ നമ്മളൊരു പുസ്തകം എടുക്കുമ്പം ഇതിപ്പം യെശയ്യാവിനകത്ത് യെശയ്യാവിൻ്റെ അപ്പൻ്റെ പേര് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൻ്റെ പേര് ആമോസും ഒരു ആട്ടിടയനും പ്രവാചകനും ഒക്കെ ആയിരുന്നു. അപ്പം ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ് ഇത്. യെശയ്യാവിൻ്റെ അല്ല, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിനകത്തു നിന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ 38 അധ്യായത്തെ ആസ്പദമാക്കി പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കാലത്ത് ഹിസ്കിയാവ് മരിക്കത്തക്ക രീതിയിലുള്ള ഒരു രോഗം പിടിച്ചു. അതൊരു മരണകരമായ അവസ്ഥയ്ക്ക് കൂടെ പോകുന്ന ഒരു രോഗം അദ്ദേഹത്തിന് പിടിച്ചു. അപ്പം ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ ഉണ്ടാവും. ആമോസിൻ്റെ മകനായ, അപ്പം അതാണ് ആദ്യം ഞാൻ പറഞ്ഞ ആമോസിൻ്റെ. അപ്പം നമുക്കും ഒക്കെ അല്ല, നമ്മുടെ പിതാവാര്, നമ്മുടെ മാതാവാര്, നമ്മുടെ സഹോദരങ്ങളാര്, നമ്മുടെ കുഞ്ഞുങ്ങളാര്, ഇതെല്ലാം റൂട്ടുകളാണ്. എല്ലാ റൂട്ടുകളാണ്. ഇതെല്ലാം പിതാവിൻ്റെ ഒറ്റ കീയലാണ്. ഒരു കുടുംബത്തിൻ്റെ ദൈവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നായകനാരാണ്? ആ കുടുംബത്തിൻ്റെ അപ്പനാണ്. ഫാദർ, മദർ, അത് അങ്ങനെയാണല്ലോ. പിന്നെ അവരുടെ മക്കൾ, പിന്നെ അവരുടെ കുടുംബം, അവരുടെ കുഞ്ഞുങ്ങൾ, അതാണ് ഒരു ഫാമിലി. മക്കൾ, പിതാവ്, മാതാവ്, മക്കൾ, മരുമക്കൾ, കുഞ്ഞുങ്ങൾ, ഇങ്ങനെ തലമുറയായിട്ട് ആ കുടുംബം മുമ്പോട്ട് പോകുമ്പോഴും ഒറ്റ പേരുണ്ട് അവിടെ. ആ പിതാവിൻ്റെ പേരിലാണ് നിന്ന് പോകുന്നത്. അപ്പം ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. അപ്പോൾ ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. നിനക്ക് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനുണ്ട്, അതെല്ലാം നീ ക്രമീകരിച്ചോണം. നീ എന്തു ചെയ്യും? നീ മരിച്ചു പോകും, സൗഖ്യമാകിയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് ഹിസ്കിയാവിനോട് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ ഹിസ്കിയാവിൻ്റെ മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു. ഹിസ്കിയാവിനുണ്ടായ പ്രയാസം, മരണകരമായ അവസ്ഥയിൽ കൂടി നീ കടന്നു പോകുന്നു, മരിച്ചു പോകും എന്നൊരു വ്യക്തിയോട് പറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവൻ എന്തു ചെയ്തു? അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്ന, നീ ചെന്ന് ഹിസ്കിയാവോട് പറയണം. അപ്പം യഹോവയുടെ അരുളപ്പാട് ആർക്കുണ്ടായി? യെശയ്യാവിനുണ്ടായിട്ട് യെശയ്യാവ് ചെന്നിട്ട് ഹിസ്കിയാവോട് പറയണം, നിന്റെ പിതാവായ ദാവീദ് ഇത് പറഞ്ഞതിന് ശേഷമാണ് യഹോവയുടെ അരുളപ്പാട് യെശയ്യാവിനുണ്ടായത്. ആദ്യം ഇങ്ങനെ ചെന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ അത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കണ്ടോ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു.
ഞാൻ നിൻ്റെ ആയുസ്സിനോട് എത്ര സംവത്സരം കൂട്ടുമെന്നാണ് ദൈവം പറഞ്ഞത്? 15 സംവത്സരം. കണ്ട, ഈ ഇരിക്കുന്ന ഞാനും എനിക്കിപ്പം 10 വർഷം 12 വർഷം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ആയുസ്സിനോട് ദൈവം ദീർഘമാക്കി തന്നില്ലേ? ഇതേ രോഗം എനിക്ക് വന്നു. ഇതിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനമായിട്ടിരിക്കുന്നു. എൻ്റെ പിന്നിൽ എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നെ അറിയാവുന്നവരുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. മറ്റനേകരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥനയുടെ നിലവിളിയുടെ ശബ്ദം എവിടെ ചെന്നു? ദൈവത്തിൻ്റെ സന്നിധി ചെന്നു. അപ്പോൾ അത് കേട്ട് ആ പ്രാർത്ഥന യാചനകളെല്ലാം കേട്ട് ഉത്തരമരളി തരുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം ഹിസ്കിയാവിനും 15 സംവത്സരം കൂടെ കൊടുത്തു. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന്, കണ്ടോ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരു അടയാളമാകും. ആഹാസിൻ്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന 10 പടി തിരിഞ്ഞും പോന്നു. യഹൂദ രാജാവായ ഹിസ്കിയാവിന്, ഇപ്പം യഹൂദ രാജാവാണ്, ഹിസ്കിയാവ് രാജാവായിരുന്നു, രോഗം പിടിച്ചിട്ട് അത് മാറി സുഖമായ ശേഷം അവൻ ദൈവത്തിന് സ്തുതി പാടി. അത് ഇങ്ങനെ നമുക്ക് വായിച്ചു വരുമ്പം മനസ്സിലാകുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ശരീരത്തിന്മേൽ അവൻ അനുഭവിക്കുന്ന വേദനയും മനസ്സിൽ അവൻ അനുഭവിച്ച വേദനയും ആ കാര്യങ്ങളെല്ലാം ഒരു സ്തുതിയായിട്ട് ഒരു കാവ്യം പോലെ ഈ പുസ്തകത്തിനകത്തൂടെ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ, പുസ്തകം നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ കൂടെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എത്ര രോഗകരമായ അവസ്ഥയിൽ കൂടി നമ്മൾ കടന്നുപോയാലും ആയുസ്സിനെ നീട്ടിത്തരാൻ ആർക്ക് സാധിക്കും? അരുമ രക്ഷകന് സാധിക്കും. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലസ് യു.